ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 9. സ്നേഹം പ്രവൃത്തിയിൽ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 16 ഒരു മാതാവ് തൻ്റെ മകളുമൊത്ത് 5 വർഷത്തിലേറെയായി പ്രായമേറിയ ഒരു വ്യക്തിയുടെ അടുത്ത് വീട്ടിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം അവളുടെ ക്ഷേമത്തിൽ ഉത്കണ്ഠയോടെ അയൽവാസി അവളുടെ വാതിലിൽ മുട്ടി വിളിച്ചു. ഒരാഴ്ചയായി ഞാൻ നിങ്ങളെ കണ്ടിട്ട്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ക്ഷേമമായി ഇരിക്കുന്നോ എന്ന് അന്വേഷിക്കുവാൻ വന്നതാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ക്ഷേമാന്വേഷണം അവളെ ധൈര്യപ്പെടുത്തി. ചെറുപ്പത്തിൽ തന്നെ തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടതിനാൽ തന്നെയും കുടുംബത്തെയും കുറിച്ചുള്ള കരുതലുള്ള ദയാലുവായ മനുഷ്യനെ അവൾ വിലമതിച്ചു. സൗജന്യമായി നൽകാനും സ്വീകരിക്കുമ്പോൾ വിലമതിക്കാനുമാകാത്ത ദയ എന്ന ദാനം ഉപയോഗിച്ചുകൊണ്ട് കേവലം നല്ല പെരുമാറ്റം എന്നതിലപ്പുറത്തേക്ക് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കിട്ടുകൊണ്ട് നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർ നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം എന്ന് എബ്രായ ലേഖനം പറയുന്നു. തുടർന്ന് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ എഴുത്തുകാരൻ അവരെ ചുമതലപ്പെടുത്തി. യേശുവിൻ്റെ നാമം പ്രസ്താവിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്നത് ആനന്ദവും പദവിയുമാണ്. എന്നാൽ യേശുവിനെ പോലെ സ്നേഹിക്കുമ്പോഴാണ് നാം ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അവസരങ്ങളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാനും നമ്മുടെ കുടുംബത്തിനകത്തും പുറത്തുമുള്ളവരെ നന്നായി സ്നേഹിക്കാനും നമ്മെ പ്രാപ്തരാക്കുവാനും നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. ഇത്തരം ശുശ്രൂഷ നിമിഷങ്ങൾ മുഖാന്തരം പ്രവൃത്തിയിലുള്ള സ്നേഹത്തിൻ്റെ ശക്തമായ സന്ദേശത്തിലൂടെ നമുക്ക് യേശുവിനെ പങ്കുവെക്കാൻ കഴിയും. ചിന്തിക്കുക, യേശുവിൻ്റെ സ്നേഹം ലളിതവും പ്രായോഗികവുമായ രീതിയിൽ മറ്റൊരാളുമായി എങ്ങനെ പങ്കുവെക്കാനാകും? ദയയോടു കൂടിയ നിങ്ങളുടെ ചിന്തകൾ മനഃപൂർവ്വമായി സ്ഥിരതയോടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ദൈവത്തിന് മഹത്വം.